അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ് വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫൈസീന ബില്ലാഹ് അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികൾ, പരിശുദ്ധ റമദാൻ സമാഗതമായിരിക്കുകയാണ്. പരിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മം എന്നുള്ള നോമ്പ്, അതിന്റെ കൃത്യമായ ലക്ഷ്യത്തെക്കുറിച്ചും ആ നോമ്പ് കൊണ്ട് ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ട പരിവർത്തനത്തെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങൾക്കും അതിന്റെ പിന്നിൽ ഒരു കൃത്യമായ ലക്ഷ്യം നിർണയിച്ചുകൊണ്ട് തന്നെയാണ് പടച്ച തമ്പുരാൻ അത് മനുഷ്യർക്ക് അനുവർത്തിക്കാനായി അവരോട് കൽപ്പിച്ചിട്ടുള്ളത്. നോമ്പിനെ കുറിച്ചുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അസ്സൗമു ജുന്നത്തുൻ എന്നുള്ളതാണ്. നോമ്പ് അതൊരു പരിചയാണ് എന്നതാണ്. പരിശുദ്ധ ഖുർആൻ എന്തിന് നോമ്പ് നിർബന്ധമാക്കി എന്ന് സൂചിപ്പിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചൊരു പദപ്രയോഗമുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് മുൻപുള്ളവർക്കും ഒക്കെ പടച്ച തമ്പുരാൻ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി മാറുവാൻ വേണ്ടിയിട്ടാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതെ, നോമ്പ് അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജുന്നത്താണ്, പരിചയാണ്. പരിച എന്നുള്ളത് യുദ്ധകളത്തിൽ ശത്രുക്കളുമായി മുഖാമുഖം നേർക്കുനേരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാളിയെ സംബന്ധിച്ചിടത്തോളം ശത്രുവിന്റെ വെട്ടും കുത്തും അമ്പും വില്ലും ഏൽക്കാതിരിക്കാൻ, പരിക്കേൽക്കാതിരിക്കാൻ അവന്റെ ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കവചത്തെയാണ് പരിച എന്ന് പരിചയപ്പെടുത്തുന്നത്. അന്നത് പരിചയായിരുന്നെങ്കിൽ ഇന്നും യുദ്ധകളങ്ങളിലെ സോൾജിയേഴ്സ് ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സുകളായി അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് നേരെ വരുന്ന വെടിയുണ്ടകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനമായി കൊണ്ട് നോമ്പിനെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് അതൊരു പരിചയാണ് എന്ന് പറഞ്ഞുകൊണ്ടാ. എന്താണ് ഒരു വിശ്വാസിക്ക്, എന്തിൽ നിന്നാണ് ഒരു വിശ്വാസിക്ക് നോമ്പ് പരിചയമായി കൊണ്ട് വർത്തിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അത് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത് അസ്സൗമു ജുന്നത്തും മിനൻ നാർ. ഒന്നാമതായി നരകത്തിൽ നിന്നുള്ള കവചമാണ് നോമ്പ് എന്നുള്ളതാ. നരകമോചനം സാധ്യമാകുവാൻ ഒരു വിശ്വാസിയെ പ്രാപ്തനാക്കുന്നത്, നരകത്തിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുന്നത്, നരകത്തിൽ നിന്നും അവനെ തടഞ്ഞു നിർത്തുന്നത് അതാണ് നോമ്പ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതെ, എങ്ങനെയാണ് നോമ്പ് നരകത്തിൽ നിന്നുള്ള പരിചയമായി തീരുന്നത്? പ്രവാചകൻ അത് വിശദീകരിച്ചു. ഒരാൾ നോമ്പുകാരനായി തീർന്നാൽ, അവൻ നോമ്പ് നോൽക്കുന്നവനായി തീർന്നാൽ ഫലായർഫുസ, അവന്റെ ജീവിതത്തിൽ ആ നോമ്പിന്റെ സമയങ്ങളിൽ അവൻ അന്നപാനീയങ്ങൾ മാത്രമല്ല വെടിയുന്നത്, അവന്റെ വൈകാരികതകൾക്ക് മാത്രമല്ല അവൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്, മറിച്ച് അവൻ തിന്മകളിലേക്ക് നോക്കുന്നില്ല, അവൻ തിന്മകൾ കേൾക്കുന്നില്ല, അവൻ വേണ്ടാത്തത് കാണുന്നില്ല, അവൻ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവൻ വ്യാപൃതനാവുന്നില്ല. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും ഒരു മനുഷ്യനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന, അവനെ തടഞ്ഞു നിർത്തുന്ന ഒരു പരിചയമായി തീരുകയാണ് നോമ്പ് എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നു. അതിനുള്ള പരിശീലനം കൂടെ പ്രവാചകൻ നൽകുന്നുണ്ട്. ഹദീസിന്റെ ബാക്കിയായി നമുക്ക് കാണാൻ സാധിക്കും, ആരെങ്കിലും ആരെങ്കിലും അവനുമായി കൊണ്ട് ശണ്ട കൂടാൻ വന്നാൽ, ആരെങ്കിലും അവനുമായി കൊണ്ട് തർക്കിക്കാൻ വന്നാൽ അവൻ ആ തർക്കത്തിൽ നിന്ന് കൊടുക്കൂല. അവൻ ആരെങ്കിലും തന്നെ ഏതെങ്കിലും രൂപത്തിൽ പ്രകോപിപ്പിക്കാൻ വന്നാൽ അവൻ പ്രകോപിതനാവുകയില്ല, മറിച്ച് അവന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നോ, സോറി ഇന്നി സായിം. വളരെ മാന്യമായി, വളരെ സൗമ്യമായി തന്നെ പ്രകോപിപ്പിക്കാൻ വന്നിരിക്കുന്നതായ ആളോട് അവൻ ശാന്തസ്വരൂപനായി ക്ഷമ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ പറയണം, സോറി ഞാൻ നോമ്പാണ് കേട്ടോ. നമ്മളെ നാട്ടില് നേരെ തിരിച്ചാണ് അല്ലെ. പാപ്പാന്റെ അടുത്തേക്ക് മക്കള് ചെല്ലുമ്പോ, അല്ലെങ്കിൽ വീട്ടിലുള്ള കാരണവരുടെ അടുത്തേക്ക് മറ്റുള്ളവരായ ആളുകൾ നോമ്പിന്റെ കാലത്ത് എന്തെങ്കിലും സംസാരിക്കാൻ ചെല്ലുമ്പോ പറയാറുള്ളത് എന്താ അറിയോ? നോമ്പ് തലയിൽ കയറിയിരിക്കുകയാണ്, ശ്രദ്ധിച്ചു പോയിക്കോട്ടോ. അല്ലെങ്കിൽ നോമ്പ് തലയിൽ പിടിച്ചിട്ടുണ്ടാവും, പറയുമ്പോ നോക്കിക്കോട്ടോ. നമ്മളെന്നെ വീട്ടിലെ കാരണവന്മാർ അങ്ങോട്ട് പറയും, ഞാനേ നോമ്പ് നോറ്റിരിക്കുകയാണ്, ഇപ്പൊ എന്നോട് ഇതൊന്നും പറയാൻ വരണ്ടട്ടോ അല്ലെ. നോമ്പ് യഥാർത്ഥത്തില് ജുന്നത്താണ്. നമ്മുടെ ദേഷ്യത്തെ, നമ്മുടെ കോപത്തെ, നമ്മുടെ അനിയന്ത്രിതമായ ഏത് തരത്തിലുള്ള വൈകാരികതകളെയും തടഞ്ഞു നിർത്താനും പ്രതിരോധിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒന്നായി തീരണം നോമ്പ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോമ്പെന്ന റമദാനിലെ ആ ഒരു കളരിക്ക് പുറത്ത് അതിന്റെ മുഴുവൻ പരിശീലനവും കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ പിന്നെ ഏത് തരത്തിലുള്ള തിന്മകളുടെ പ്രളയം വന്നാലും അവൻ അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമാകുമെന്നുള്ളതാണ് നോമ്പ് ഒരു പരിചയമായി വർത്തിക്കുമെന്നതുകൊണ്ട് പ്രവാചകൻ ഉദ്ദേശിക്കുന്നത്. അവൻ അനുവദനീയമായ തമ്പുരാൻ ഹലാലാക്കിയ അവന്റെ
സ്വന്തം ഉടമസ്ഥതയിലുള്ള മുഴുവൻ സംഗതികളും, ഭക്ഷണമാവട്ടെ പാനീയമാവട്ടെ, താൻ വിവാഹം ചെയ്ത് ഹലാലായി ലഭിച്ച തന്റെ ഭാര്യയാവട്ടെ, എല്ലാ തരത്തിലുള്ള സുഖാനുഭൂതികളും അവൻ മാറ്റിവെക്കുന്നു പടച്ച തമ്പുരാന് വേണ്ടി. അതെ, അങ്ങനത്തെ ഒരു വിശ്വാസിക്ക് അവന്റെ നോമ്പൊരു പരിചയായിക്കൊണ്ടുള്ള പരിശീലനം നൽകുന്നതിലൂടെ നോമ്പ് അവസാനിച്ചാലും തിന്മകളിലേക്ക് പോകാതെ, അധർമ്മങ്ങളിലേക്ക് പോകാതെ, അനാവശ്യങ്ങളിലേക്ക് കൂപ്പുകുത്താതെ അവനെ തടഞ്ഞു നിർത്തുന്ന ഒരു പരിചയായിക്കൊണ്ട് ആ നോമ്പ് മാറുമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ പരിശുദ്ധ റമദാൻ അവസാനിക്കുന്നതോടുകൂടി നമ്മളിൽ ആ രൂപത്തിലുള്ള ഏതെങ്കിലും നമ്മൾ ചെയ്തു പോരുന്ന ഒരു തിന്മയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോയി അതിൽ നിന്നുമുള്ള ഒരു തടസ്സമായി, ഒരു ജുന്നത്തായി നമ്മുടെ നോമ്പ് മാറിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ സർത്തരാണ്. ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് ആശ്വസിക്കാം, സന്തോഷിക്കാം. അള്ളാഹു അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൽ മുർസലീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.